ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്ന് വീണ്ടും ഒരു യൂട്യൂബിൻ്റെ മീറ്റപ്പിന് പോവുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയത് ഞാൻ ട്രെയിനിങ് ചെയ്ത എൻ്റെ സ്വന്തം ഹോട്ടലിലായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഇപ്രാവശ്യം പോകുന്നത് അതിൻ്റെ തന്നെ ബൈ ചാൻസ് ആയിട്ടുള്ള ഇതിലാണ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. അല്ലാണ്ട് പിന്നെ എന്തിനു പറയാം, അവിടെ ചെന്നിട്ട് കാണാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. ഇപ്രാവശ്യം നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്നത് സുജിത് ഭക്തൻ, നമ്മുടെ അശ്വി ചേച്ചി, പിന്നെ വൈബുദ്ധി രവീണ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഡാൻസ് കളിക്കുന്ന ചേച്ചിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവരും ഇങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും അവിടെ പോവാം. പിന്നെ ഒരു മെയിൻ സംഭവം ഞാൻ പറയാൻ വിട്ടു, ഞാൻ ഈ വ്ളോഗിനകത്ത് മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് മൈക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരുമോയെന്ന് അറിയാൻ പറ്റില്ല. മൊത്തം അലമ്പം പരിപാടിയൊക്കെ ആയിരിക്കില്ല. സോ അറിയത്തില്ല എന്ത് വരുമോയെന്ന്. അത് കാരണം മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. സോ അതൊന്ന് ഓർത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പ്ലീസ്. ഓക്കെ. നെഞ്ചത്തൊന്നും ഒപ്പിക്കണം. എന്താ നെഞ്ചത്തൊക്കെ അവൾ നിന്റെ നെഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ നെഞ്ചിലാണ് ഇരിക്കുന്നത്. നമസ്കാരം ജി. ഒരു സാധനം ഇട്ടതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതെന്ത് സാധനം? അവരെ ഗെറ്റടി പൊങ്കാല ഇടരുത്. ഇങ്ങനെ ഗെറ്റടി വിത്ത് മീ ഇട്ട് ഞാനിടൊക്കെ ഇതായിരുന്നു. പക്ഷെ സിമ്പിൾ സാധനം ഇത്ര ഞാൻ കൊണ്ടിട്ടില്ല. ബിക്കോസ് കല്യാണം കുറപ്പിച്ചിരിക്കുന്ന അല്ല, വെറുതെ കാണിച്ചിട്ട് ചെറിയ വേറെ ആരെങ്കിലും കാണുമല്ലോ. അതൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടെടുക്കുന്നു. പൊണ്ടാട്ടി കൊണ്ടുവന്നില്ല. നോ, സിംഗിൾ അതാ വരെ. നാട്ടിൽ സിംഗിൾ, വീട്ടില്. ഹലോ ശ്വേതാജി. നീ എന്നോട് മിണ്ടൂല എന്ന് എനിക്ക് മനസ്സിലായി. നീ മാറി നടന്നു എന്നെ കാണാതെ. എനിക്ക് ഹൃദയം കൈമാറുമായിരുന്നു. നിന്റെ ഭാര്യ ഇത് അവള് കണ്ടാ പറയണറിയാ, ഇവനൊക്കെ വലിയ കോഴി പഞ്ചായത്തില്ലെന്നാണ് പറയുന്നത്. അതൊരു സത്യം മാത്രം. അതാണ് പറയത്തുള്ളു. എന്റെ സന്ധ്യതാണ്. ഹലോ സന്ധി. അച്ഛൻ ഇങ്ങനെ ഒറ്റക്കൊന്നും വിടരുത് കേട്ടോ. അച്ഛൻ എല്ലായിടത്തും വന്നിട്ട് ഞാനിപ്പോ പോകുമെന്ന് പറയും. എന്നിട്ട് അവിടുന്ന് പോകത്തുമില്ല. എല്ലാ പരിപാടിക്കും പറയും, എടാ ഇല്ല ഞാൻ അധികം നേരം നിൽക്കില്ല, ഞാൻ പെട്ടെന്ന് എല്ലാ പരിപാടിക്കും വരും. ഞാനിപ്പം പോകും, എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റും, പോയിട്ട് കുറച്ച് പരിപാടികൾ എഡിറ്റ് ചെയ്യാൻ പിടിച്ചു നിർത്തിയിട്ടാണ്. സ്ഥിര രണ്ട് പരിപാടി ഇങ്ങനെ വന്നു. രണ്ടരടിക്ക് വരും. നിനക്കൊരു എക്സ്ക്ലൂസീവ് സാധനം ഞാൻ എന്റെ വീട്ടിൽ വേറെ സാധനം ഇതിൽ പറയില്ല. എനിക്കറിയാം. ഇപ്പൊ ഇച്ചിരി മുമ്പ് ഒരാളുടെ വീട്ടിൽ പോയി കണ്ടുവന്നു. അതല്ല വേറെ സാധനം ഇത് ഓഫ് ആക്കിയിട്ട് ഞാൻ പറയും. നീ ലോട്ടറി എടുക്കുന്ന ആളല്ലേ? ഞങ്ങൾ ലോട്ടറി അടിച്ച ആൾക്കാരാണ്. സിനിമാടന്മാരൊക്കെ യൂട്യൂബിന്റെ പരിപാടിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ചോദിച്ചു. ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയില്ലേ? ബാക്കി ഞാൻ പാലലോട്ടത്തുനിന്ന് കുഞ്ഞിതിൻ്റെ വരും. അതിന് വാങ്ങിച്ച കണ്ണാടി ഒന്നും കേട്ടാ. ഫോട്ടോ. ഹായ് സാർ. ഈ കണ്ണാടി ഗെയിം കളിച്ച് വാങ്ങിച്ചാണോ? അല്ല അല്ലേ? അതല്ലേ ആ ഗെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഗെയിം കളിച്ച് വാങ്ങിച്ചല്ലേ? സുഖമാണോ? സുഖം. ഇതാണ് എന്റെ സന്ധ്യ. ഇല്ലത്തെ ആരായിരുന്നു? ഇല്ലത്തെ സുന്ദരിയായിരുന്നു ഹോസ്റ്റിനെ. രാവിലത്തെ അശ്വി ചേച്ചി ഹോസ്റ്റ് ചെയ്യുന്നോണ്ടായിരുന്നു വന്നത് തന്നെ. മനക്കോട്ടെ പറ, നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിക്കണോ? ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനി പുള്ളി പക്ഷെ കയറാൻ പറ്റില്ല എന്നുള്ള പുള്ളിക്കാരി. അതല്ല, പക്ഷെ ഫ്ലൈറ്റിൽ കയറിയാലും നമ്മൾ എന്താണ് നമ്മളൊക്കെ ഫ്ലൈറ്റ് ഓടിക്കുമ്പോൾ 4 വീലിൽ ഓടിച്ചാൽ ശരിയാവില്ല, 5 വീലെങ്കിലും ഓടിക്കും. ഒന്നുമില്ല, ഇവരുടെ ആ ചമ്മേന്റെ അത് മാറ്റാൻ വേണ്ടിട്ട്. നിനക്കറിയോ ഫ്ലൈറ്റ് ഓടിക്കാൻ? കേറിട്ടില്ലേ? വാ, എവിടെ? വീണ്ടും പ്ലിങ്ങി. കൊച്ചു പോലും വന്നില്ലേ? ഇതെന്റെ ദൈവമേ, ഞാനാണ്. നല്ല കളക്ഷൻ ഉണ്ടല്ലേ? ഒരു കൊച്ചിരിക്കുമ്പോഴാണോ പറയേണ്ടത്? അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ രവീണ ചേച്ചി ഒരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ ചിലവ് വെച്ചിട്ട് വാ, ഒരു ചിലവിനുള്ള വകുപ്പുണ്ട്. വാ, വൈകിട്ട് കുഴിമന്തി കഴിക്കണം. കഴിക്കണം വാ, കുഴിമന്തി കഴിക്കാനുള്ള വകുപ്പുണ്ട്. റോയൽ എൻഫീൽഡ് എടുത്തതിൻ്റെ കുഴിമന്തി വൈകുന്നേരം. വണ്ടി എടുത്തിട്ട് ചിലവ് ചെയ്യാൻ വിടത്തില്ലിടുന്നു അല്ലേ? ആള് കൂടും. ഇപ്പൊ നമ്മുടെ 2 പേരല്ലേ, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ 2 പേരല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാം. ഡയറ്റ് പ്ലാൻ നമ്മളാമ്പിള്ളാരല്ലോ, നമ്മളാണ് തന്നു പറയല്ലേ നിങ്ങള്. കൊള്ളാം ചേച്ചി, നല്ലൊരു കെയറുണ്ട് ചേച്ചിക്ക് വേണ്ടി. ആസ് യൂഷ്വൽ ചായ കുടി കഴിഞ്ഞ ശേഷം നമ്മൾ വാടാ അവിടെ ഉണ്ട്. ചായ കുടി കഴിഞ്ഞ ശേഷം ഒരു വെള്ളം കുടിച്ചിട്ട് അകത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ പോകുന്നു നിന്റെ ഫോട്ടോഷൂട്ടൊക്കെ? അല്ല, ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടി DM ചെയ്താൽ മതി. നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്യാവശ്യം മറ്റേ മുന്നേടെ ചെയ്ത് നൈസായിരുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയറിന് പറ്റുന്ന കിട്ടുന്ന സാധനം നല്ലതായിരുന്നു. സെറ്റാണ്. ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും ചോദിക്കാൻ ഒരേ കാര്യമുള്ളൂ, കല്യാണത്തിന് പണി കൊടുക്കുന്നില്ലേ മുതലാളി, കല്യാണത്തിന് പണി കൊടുക്കുന്നില്ല. എടാ നിനക്കറിയാവോ, കല്യാണത്തിന് പണി കൊടുക്കാൻ കച്ച കെട്ടിയ ഒരാൾ ഞങ്ങളുടെ തലവനുണ്ട്. കച്ച കെട്ടി മഹിമച്ച തലവനുണ്ട്. തലയിരിക്കുമ്പോൾ വാലാടാൻ പാടില്ലെന്നാ. തലയുണ്ട്, തലയുടെ വിളയാട്ടായിരിക്കുന്നത്. കല്യാണത്തിന് തലയുടെ വിളയാട്ടാണ്. മഹിമച്ച തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. ബ്ലൂ പ്രിന്റ് അത് ഇതൊന്നും പറഞ്ഞിട്ട് ഓരോ ദിവസം ഇങ്ങനെ എഴുതി വെക്കുന്ന എനിക്ക് തോന്നുന്നത്. ഓരോ കണ്ടന്റ് അത് എഴുതി വെക്കുന്നത്. മലയാളി മങ്കീസിന് കണ്ടിരുന്നത് അവരെന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. മലയാളി മങ്കീസ് ആരാന്ന് അറിയാൻ മേലത്തവർക്ക് മറ്റേ എൻ്റെ ജീവിതം മുമ്പിലും കഴിഞ്ഞ പാട്ട് പാടിയത് അവരാണ്. ഹലോ ബ്രോ, നിന്റെ കാറുണ്ടെന്നല്ലേ പറഞ്ഞത്? സെലിബ്രിറ്റി. പക്ഷെ ഇവന്മാരുടെ യൂട്യൂബില് മമ്മൂട്ടിയാണ്. ഏജന്റ് റിവേഴ്സ് ഗിയർ കണ്ടാ വരുന്ന കണ്ടാ. എടാ ഇത് മമ്മൂട്ടി, നീ ടോവിനാണ്, ഇത് മമ്മൂട്ടി. പാലക്കാട് വാടാ, അവരവിടെ എന്താ വെച്ചാൽ വേറെ ടോവിനോ വീഡിയോസ് എടുത്ത് ഒരുപാടധികം ചിരിപ്പിക്കുന്ന, ഒരുപാടധികം സന്തോഷിപ്പിക്കുന്ന, ഒരുപാടധികം ചിന്തിപ്പിക്കുന്ന യൂട്യൂബേഴ്സ് ഒത്തുചേർന്നിരിക്കുന്ന ഒരു ഗ്യാതറിംഗ്. I love you too. പക്ഷേ whatever you want to do, just do it. But make some noise, okay? Let's say probably call them the Malayali monkeys, and here they are. പ്രതീക്ഷ എല്ലാരെയും പരിപാടി കളറാക്കി തരണം. നിങ്ങളുടെ റീൽ മുമ്പിലഞ്ചിയുടെ അറിയാൻ പറ്റും. മുമ്പിൽ കഞ്ഞി റീല് ഞങ്ങളുടെ പാട്ടാണുള്ളത്. മുമ്പിൽ കഞ്ഞിയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും പാട്ടാണ്. അപ്പൊ നമസ്കാരം. എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ നേരത്തെ അതൊക്കെ വന്നൂടെ? നമ്മുടെ പരിപാടിക്ക് ശ്രീനന്ദന. അതെങ്ങനെ മനസ്സിലായതാണെന്നുള്ളത് ഞാൻ അവളടുത്ത് പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. ഓ സർപ്രൈസ്. എനിക്ക് ഒരു ബാംഗ്ലൂർ പോയതിനു ശേഷം ലിബ്രാസറിന്റെ സ്റ്റോറിയിലും ഫുൾ ആളാണ്. എന്റെ സോറി നിന്റെ സ്റ്റോറി, സോർജിന്റെ സ്റ്റോറി, സോറി പറയപ്പേ. പറയുമ്പോഴത്തേക്ക് മുഖം ചുവന്ന് എന്റെ വ്ളോഗ്. വാടാ വാ, അവിടെ വൈബിള തന്നെ ഉണ്ട്. വാ, അടുത്തുള്ള കൂട്ടുകാരന്മാരെ കണ്ടാ വന്നില്ലല്ലോ. എനിക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്ത നമ്മളെ കണ്ടിട്ട് വന്നില്ല. ചോദിക്കണം പവർ റൈഡറിംഗ്
ഒന്നുമില്ല, കിടക്കാൻ വേണ്ടി ബ്രേക്ക് അപ്പൊ എന്തായാലും നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പൊ പരിപാടികൾ ഉഷാറാവട്ടെ. അപ്പൊ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്ന വീടിന്റെ അടുത്തുള്ള ഞങ്ങളെ കണ്ടിട്ട് അവൻ വന്നില്ല. അവൻ നേരെ ആദ്യം പോയത് വേറെ എവിടെയോ. പച്ച ഡ്രസ്സാണ് സിജോടെ അമ്മ ഈ ഭാഗം പ്രത്യേകം കാണും. പ്രത്യേകം എന്റെ ബ്ലോഗത്ത് കാണിക്കുന്നത് കേട്ടോ. നീ ആ മുഖത്ത് വന്ന ഭാവവ്യത്യാസം കൂടിയാണ്. ഇതുവരെ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി. So let us invite onto the stage Miss Ravina. So yes, ഓരോ റവീനയ്ക്ക് കുറച്ചെടുത്ത് കൈയിടണം. Yes, റവീനയ്ക്ക് ഒരു റാവിഷ് കേടി. ഇന്ന് ഈ വ്ലോഗിൽ ഇവനെ ഫോളോ ചെയ്തു. നെക്സ്റ്റ് ആളെ വിളിച്ചാലോ? ആരായിരിക്കും? ഊഹിക്കാമോ? അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ മെയിൽ വന്നപ്പോ. ആസ്പി ചേച്ചി, ആരാണ്? ആസ്പി ചേച്ചി, അസ്മി മലയാളം. മമ്മൂട്ടി. Johnny, with us we have Ashwini representing Asmi Malayalam. Yes, keep going up. Yes. And without any more delay, നമ്മുടെ last ആളെ കൂടി വിളിക്കാം. Let us invite on the stage the one and only Mr. Sujit Bhatten with that little Sujit Bhatten. But he's from the Tech Travel Eats. ഇവിടെ ഇത്രയും പരിപാടി നടക്കുമ്പോഴും ഒരാൾക്ക് ശ്രദ്ധ പെട്ടെന്ന് മാറ്റി പിടിക്കാൻ കഴിയുന്ന ഈ ഒരു ഭാഗത്തേക്കാണ്. പണ്ടത്തെ ഫസ്റ്റ് വീഡിയോ ചിരിക്കുന്നവരൊക്കെ പഴയ വീഡിയോ എടുത്ത് നോക്കണം, സ്വന്തം വീഡിയോ എടുത്ത് നോക്കണേ, എന്നിട്ട് ചിരിക്കണേ. അസുഖത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നിന്റെ ഏതാണെന്ന് എഴുതി കഴിഞ്ഞത് ആ എഴുത് ഗൈസ്. ഇവിടെ എന്തൊരു ടാസ്ക് വന്നിട്ട് അതിന്റെ ഇടിയാണ് വന്നിരിക്കാൻ മൊത്തം. പുള്ളിയൊക്കെ ഞാൻ ഞാനാണ് ആദ്യം കാല് വെച്ചത്. അത് എല്ലാരും പേര് യൂട്യൂബ് എന്ന ടാസ്ക് മൊത്തത്തിൽ അല്ലാൻ പോയി. അടിയായി ആസ് യൂഷ്വൽ നടക്കുന്ന ഫസ്റ്റ് ഈ ഒരു ഇതിന്റെ ഇത് വെച്ചിട്ടുള്ള സംഭവം കാര്യങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഒരു ആർട്ട് വർക്കിംഗ് പരിപാടി സംഭവമാണ്. അതിനും അടുത്ത പ്രൈസ് ഉണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ഒരാളുടെ നോട്ടം ആ ഭാഗത്തേക്ക് എനിക്ക് എന്താണെന്നറിയില്ല, എന്തോ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തണ ഒരു ഇമോജി പറഞ്ഞു തന്നെ. എല്ലാ സംഭവങ്ങളും എല്ലാം കൂടി ഒരു ഇമോജി, എല്ലാം കൂടെ എല്ലാ കൈൻഡ്സ്, അതായത് എന്തിനും എന്തോ ടാർഗറ്റ് അപ്പൊ എല്ലാം ചേരാൻ പറ്റുന്ന ഇമോജി, എല്ലാം കൂടി ചെയ്യുന്ന ഒറ്റ ഇമോജി. എല്ലാ സംഭവം ഓൾ കൈൻഡ് എന്ന് പറയുന്ന സംഭവം അറിയില്ല. അതാണ് ഞാനിങ്ങനെ കണ്ടു. അല്ലെങ്കിൽ എല്ലാം ഓരോന്നോരം എഴുതി വെക്കണം. സേഫ്റ്റി പിൻ വരയ്ക്കുന്നു. സേഫ്റ്റി പിൻ എന്തിനാണോ ചോദിച്ചത്? ഞാൻ തിരുവനന്തപുരം വരയ്ക്കാൻ നല്ല കഴിയില്ലേ? വരയ്ക്കാൻ കഴിയില്ലേ? വരയ്ക്കാൻ നല്ല കഴിവുണ്ടല്ലോ. ഫ്ലൈറ്റിന് വേണ്ടി വരയ്ക്കാണെന്നല്ല. ചവിട്ടി എയർ ഹോസ്റ്റസിന് ഡ്രസ്സ് ചവിട്ടി. ഞാൻ വരച്ച ഇതൊക്കെയാണ്. ഇത് പാചകം, ഇത് ഫുഡ്, ഇത് ട്രാവൽ, ഇത് ഗെയിമിങ്, ഇത് സ്മൈലി, ഇത് ആഘോഷം. ഇവിടെ എന്താ ചോദിക്കുന്ന? നേരത്തെ ഒന്ന് വരച്ചല്ലേ? സ്വന്തം കൂട്ടുകാർ നടത്തുന്ന പരിപാടിക്ക് നേരത്തെ ഒന്നൂടെ. നേരത്തെ ഇറങ്ങണം.
നേരത്തെ ഇറങ്ങണം. ഞാനൊക്കെ എപ്പോൾ നേരത്തെ വന്നത്? 2 മണിക്ക് വന്നേ ഇവിടെ. ശരിക്കും ഞാൻ എന്തോ എടുത്ത് Pixel Pro actually has commissions. So anybody who wants to talk about Pixel Pro, just make a short video, tag the product, try to get commission from it. 1.5 commission, 1.5% seems very less. But imagine you have, this is probably a, how costly is this? What is the price? 1,30,000. So if the എടാ സോൾജ് എവിടെടാ? കണ്ടില്ല അവിടെ ആരോ പറഞ്ഞു സോൾജിനെ കണ്ടോ? ആരെങ്കിലും സോൾജിനെ കണ്ടോ? സോൾജിനെ കണ്ടോ? സോൾജിനെ കണ്ടോ? Ready, everyone? One, go! And one more thing. Bro, ready, le? Yeah. 3, 2, 1, say. See you next time. Yes. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇനിയിപ്പം അസ്വി ചേച്ചി ഹോസ്റ്റ് ചെയ്ത പരിപാടിയാണ് വേറെ ലെവല് പരിപാടിയായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഇവനും ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അവനോട് ചെല്ലാ ഞാൻ പൊത്തുന്നു അതായിരിക്കുന്നത്. ഒന്നില്ല, അവർക്ക് ഡ്യൂട്ടി ഉണ്ട്. എപ്പോഴും ഇവൻ ആ കൊച്ചിനെ ഡ്യൂട്ടിക്ക് വിടും. അല്ല ഒത്ത് പണികളോ പണിക്ക് പോണ്ടേ? എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ നടക്കാല്ലേ? ലീവ് എടുക്കാൻ പറയായിരുന്നു. പണി പണിക്ക് പോകണം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോകണം. ഇവനാണ് മറ്റേ ജോലിന്റെ സ്ഥലം കാണിച്ച നമ്മളെന്തായാലും കഴിച്ചിട്ടൊക്കെ വരാം. അല്ലേടാ ആരാ ഹിന്ദി ചോദിച്ചാ? നല്ല സൺസെറ്റ്, നല്ല കിട്ടുന്ന സൺസെറ്റ്. സോജന ഫുഡ് എങ്ങനെ? ഏതാ ഫുഡ് എടുക്കണ്ട? ഏത് ഫുഡാണ് നല്ലത്? മറ്റേ ചോറും കറിയോ? ഓക്കെയാണോ? അമ്മ ഈ ബ്ലോഗ് ഞാൻ കാണിച്ചിരിക്കും. ഇവൻ ഇത് വീട്ടിൽ നിന്ന് പുറത്ത് വന്നു. എടാ നിങ്ങൾക്കൊന്നും ഹാൻഡ് ബാഗ് ഇല്ലല്ലേ? നിങ്ങൾക്കൊന്നും ഹാൻഡ് ബാഗ് ഇല്ലല്ലേ? ഇതെന്താ? അല്ല അത് കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ട്. കുറച്ച് മുന്നേ അതെന്താ? ഇതിവിടെ കുരി ഇവിടെ കിടന്നാണ് ഇവിടെ ഇരുന്നാ അതാ കളഞ്ഞിട്ട് അല്ലേ? എടാ ഇവിടെ ഇരുന്ന ബാഗ് എനിക്കെന്തിനാ? അന്ന് സെക്യൂരിറ്റി വിളിക്കായിരുന്നു. സെക്യൂരിറ്റി വിളിച്ചാൽ ബാഗ് അവിടെ ഏൽപ്പിക്കായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ? അവിടെ ഇരുന്ന ബാഗ് നിങ്ങൾ കണ്ടതല്ലേ? ബാഗ് തുറന്നു നോക്കുന്ന മോശമല്ല. അല്ലല്ല സെക്യൂരിറ്റി വിളിക്കണം. നിങ്ങൾ ആരാ വിളിക്കണം? ഇത് വെറും തമാശയാണ്. സോൾജിന് നമ്മൾ വട്ടത്തെ വെക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുവാണ്. അതിന് കഴിഞ്ഞ വട്ടം വേറൊരു പെങ്കുച്ചിന്റെ ബാഗായിരുന്നു. സോൾജിന്റെ അമ്മ ഈ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ മാട്രിമോണി രജിസ്റ്റർ ചെയ്തോളാം. എല്ലാവട്ടും ബാഗ് മസ്റ്റാ. അവകാശമില്ലാത്ത ബാഗായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ സോൾജിന് കിട്ടിയതുകൊണ്ട് നന്നായി അല്ലേ? അതെ. ഇത്ര നല്ല മനുഷ്യന്റെ ഈ ബാഗ് കിട്ടാന്ന് പറഞ്ഞാൽ
എടാ ഈ വ്ലോഗ് വന്ന സോൾജറിനായിട്ടുള്ള ഊക്കാണല്ലോ ഈശ്വരാ. യൂട്യൂബിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ആസ് യൂഷ്വൽ എപ്പോഴും കിട്ടാവുന്നത് ഹാമ്പർ കിട്ടി. എല്ലാവരും ഇവിടെ പറഞ്ഞ് പോവുകയാണ്. ഈ വ്ലോഗ് മൊത്തം സോൾജറിനാണല്ലോ ഈശ്വര എരിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഇനി പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോവുകയാണ്. ഓക്കെ ബൈ ബൈ ടാറ്റ. മറ്റൊരു വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.